സഭക്കകത്തും പുറത്തും PM ശ്രീ പദ്ധതിയെ ചൊല്ലി മുൻ ഭരണാധികാരികളും മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ ഭരണപക്ഷവും തമ്മിലുള്ള പോര് കടുക്കുകയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ പോകുന്ന പോക്കിൽ സംസ്ഥാനത്തിന് തന്നിട്ട് പോയ വലിയൊരു സമ്മാനമാണ് ഇതെന്നും എന്നിട്ടിപ്പോൾ ഇവിടെ വന്നിരുന്ന് അവർ ഇതിനെയൊക്കെ വിമർശിക്കുന്നതെന്നും ഭരണപക്ഷം കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇന്ന് കുറ്റപ്പെടുത്തിയത്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ആരാണ് ഒപ്പിട്ടതെന്ന ഒറ്റ ചോദ്യത്തിന് മുന്നിൽ മുൻ ഭരണപക്ഷം പ്രതിരോധത്തിലാവുകയാണ്. വലിയ കൂടിയാലോചനകൾക്ക് ശേഷം പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇതിൽ ഒപ്പുവെച്ചത്, പിന്നീട് അതിനെ ന്യായീകരിച്ചതും. എന്നാൽ ഇപ്പോൾ കരാർ മരവിപ്പിക്കാൻ കത്തയച്ചു എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. കാരണം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച ഈ കരാറിൽ എവിടെയാണ് മരവിപ്പിക്കാൻ പ്രൊവിഷൻ ഉള്ളത്? ഒപ്പിട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സംസ്ഥാനത്തിന് ഇതിൽ നിന്നും സ്വയം പിന്മാറാനും കഴിയില്ല. പിന്മാറാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനും മാത്രമാണുള്ളത്. കരാറിൽ ഒപ്പിട്ടതോടെ കേരളം ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് പാർലമെന്റിൽ കൊടുത്ത ഉത്തരത്തിൽ പോലും വ്യക്തമാക്കിയതാണ്. തമിഴ്നാടും പശ്ചിമ ബംഗാളും മാത്രമാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാതിരുന്ന സംസ്ഥാനങ്ങൾ. പഞ്ചാബ് ആദ്യം ഇതിൽ നിന്നും മാറാൻ നോക്കിയെങ്കിലും പിന്നീട് അവരും ഇതിന്റെ ഭാഗമാവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ മതനിരപേക്ഷതയെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്നവർ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ മുൻപെഴുതിയ കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. 2025 ഒക്ടോബർ 27 ദേശാഭിമാനി പത്രത്തിൽ PM ശ്രീ പദ്ധതിയെ ന്യായീകരിച്ച് മുൻ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിക്കുന്നത് നടപ്പാക്കേണ്ടി വരുമെന്നത് അവാസ്തവമാണെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്നും ഏത് പുസ്തകം സ്വീകരിക്കണം, ഏത് പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും അന്ന് ശിവൻകുട്ടി വാദിച്ചിരുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗിച്ചാണെന്നും ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം ഇത്തരം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടായി മാറുമെന്നുമാണ് അന്ന് ശിവൻകുട്ടി വളരെ സ്ട്രോങ് ആയി എഴുതി പിടിപ്പിച്ചത്. സമഗ്ര ശിക്ഷ, PM പോഷൻ, സ്റ്റാർസ്, PM ഉഷ എന്നിവ പോലെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അന്ന് അഭിമാനത്തോടെ പറഞ്ഞവർ ഇന്ന് മാറ്റിപ്പറയുമ്പോൾ ഭരണപക്ഷം അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരു കുഴപ്പവുമില്ലെന്ന് സ്വന്തം മുൻ മന്ത്രി തന്നെ എഴുതിവെച്ച ഈ മറുപടി ശിവൻകുട്ടിയോടും പിണറായി വിജയനോടും തന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നത്. എന്തോ ഒരു സാധനം ഇങ്ങനെ തന്നിട്ടുണ്ടെന്നറിയാമോ സമ്മാനമായിട്ട് പോകുന്ന പോക്കിൽ? എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇതൊക്കെ പറയണത്, അതിനെയൊക്കെ വിമർശിക്കുകയാണ്. ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത്? PM ശ്രീയിൽ ആരാ ഒപ്പിട്ടത്? എൻ്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്, ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു, ഇല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. മിനിങ്ങാൻ മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റിൽ മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എൻ്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പിന്മാറായിരുന്നില്ലേ? ഞാൻ അതും കൂടി പറഞ്ഞുതരാം. പിന്മാറാനുള്ള ഒരു പ്രൊവിഷനും ഇതിൻ്റെ അകത്തില്ല, ഈ നിയമത്തിലില്ല. പിന്മാറാനുള്ള ഒരു സംഭവവും ഇതിൻ്റെ അകത്തില്ല. പിന്മാറാൻ പറ്റില്ല. ഇതിനകത്ത് പിന്മാറാൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ ലിറ്ററസി വകുപ്പിനും മാത്രമേ ഉള്ളൂ. 3 ഏജൻസികൾ കേന്ദ്ര ഗവൺമെൻറ് അടക്കം പിന്മാറാൻ. സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് പാർട്ടിയായാൽ പിന്മാറാൻ 1 മാസത്തെ നോട്ടീസിൽ പിന്മാറാൻ അധികാരം കേന്ദ്രത്തിന് മാത്രമേ ഉള്ളൂ. ഇവർ ഒപ്പിട്ടപ്പോൾ തന്നെ കേരളം അതിൻ്റെ ഭാഗമായി. അടൂർ പ്രകാശിന് കൊടുത്ത ചോദ്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. കേരളം ഇതിൻ്റെ പാർട്ടിയാണ്. പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരം, കേരളം ഇതിൻ്റെ പാർട്ടിയാണ്, ഇതിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. തമിഴ്നാടും വെസ്റ്റ് ബംഗാളും മാത്രമാണ് ഒപ്പുവെക്കാത്തതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നോട് പഞ്ചാബിൻ്റെ കാര്യം ചോദിച്ചു. ആരോ പഞ്ചാബ് 2023 സെൻറ്ററിന് എഴുതി ജൂലൈ 18 ഞങ്ങളില്ലാന്ന്, ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയാണ്. എന്നിട്ട് 2024 ജൂലൈ 26 വീണ്ടും കത്തെഴുതി ഞങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്യും, ഞങ്ങളിതിൻ്റെ ഭാഗമാകുമെന്ന്. പഞ്ചാബ് കേട്ടോ.
അതായത് 2023 പുറത്തു പോകാൻ പറ്റില്ല. 24 വീണ്ടും കത്തെഴുതി ഇതിൻ്റെ അകത്ത് ഭാഗമാവുകയാണെന്ന്. പിന്നെ ഇപ്പൊ പറയുന്ന ഈ മത നിരപേക്ഷതയും മറ്റതിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇതാണല്ലോ, വർഗീയത ഇതൊക്കെയാണ്. ഒക്ടോബർ 27, 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്, നമ്മളും നിങ്ങളും. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാഡമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ PM ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോലെ ഈ മറുപടി ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോലെ ഈ മറുപടി. ഇനി കേട്ടോളൂ. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. കറക്റ്റാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയണ്ട. ഇപ്പൊ പറഞ്ഞല്ലോ, ശിവൻകുട്ടിയും മറുപടി പറയില്ല, അത് ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ മേടിക്കും. ശിവൻകുട്ടി പറഞ്ഞല്ലോ അത് ഉണ്ടെന്ന്, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇനിയിപ്പോ സംശയം വേണ്ടല്ലോ. മുൻ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഒപ്പിട്ട അദ്ദേഹം പറഞ്ഞല്ലോ, കരിക്കുലത്തിന് ഒരു ഫ്രീഡത്തിന് കുഴപ്പമില്ല, ഇഷ്ടം പോലെ പാഠപുസ്തകം നമുക്ക് ഉണ്ടാക്കാം, സ്കൂളിനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞല്ലോ.